ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ കുഞ്ഞു വീഡിയോ ആണ്. കുഞ്ഞുച്ചക്കന്റെ ചോറൂണ് കുഞ്ഞു മാമ കൊടുത്തോ കുഞ്ഞുച്ചക്കന്. അപ്പൊ ഇന്ന് കുഞ്ഞുന്റെ അനിയന്റെ ചോറൂണിന്റെ വീഡിയോ ആണ് അല്ലേ? അപ്പൊ എല്ലാരും കുഞ്ഞ് അതുകൊണ്ടൊന്ന് സ്റ്റൈലായിട്ടാണ് ഇന്ന് പോയിന്ന് കണ്ടില്ലേ? തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ച് അമ്മമ്മ കോർത്തുന്നതാ മുല്ലപ്പൂ എന്നാ പറയുന്നത്. കണ്ടില്ലേ? കാണുന്നുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. കുഞ്ഞുചക്കന്റെ അമ്പലത്തിൽ പോയപ്പോ കുഞ്ഞിട്ട കൊതിയാണ് എന്നാ പറയുന്നത് കേട്ടോ ഗായ്സ്. കണ്ടില്ലേ? അപ്പൊ എല്ലാരോടും വീഡിയോ കാണാൻ പറയൂ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അവിടുത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ. അമ്പലത്തിൽ പോയിട്ട് കുഞ്ഞുചക്കൻ നന്നായിട്ട് മുണ്ടൊക്കെ എടുത്തിട്ട് അച്ചു അവനെടുത്തോണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അച്ഛനും അമ്മയൊക്കെ അവിടെ തൊഴുകാൻ വന്ന ആരോ പരിചയത്തിൽ ആരോ ആണ്. അപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നട അടച്ചിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പം നട തുറന്നിട്ടാണ് ചോറൊന്നും എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനിടയിൽ ഇങ്ങനെ സെൽഫി ഫോട്ടോ ഒക്കെ എടുത്തു. കുഞ്ഞു കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നട തുറന്നു. അപ്പം ചോറൂണ്, തിരുമേനി പ്രസാദമൊക്കെ വെച്ചു. പായസം, ഉപ്പ്, മെതിച്ചോറ്, വെള്ളം, കുറി ഒക്കെ തൊട്ട് കൊടുക്കണതാണ്. കുറി തൊട്ട് കൊടുക്കണതും വായിൽ വെള്ളം വെച്ച് കൊടുക്കാനൊക്കെ, വായിൽ തൊടാൻ വെള്ളം തൊടാനൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ മടിയിൽ വെച്ചിട്ടാണ് കുഞ്ഞുവിന് ചോറ് കൊടുക്കുന്നത്. അവൻ്റെ ആദ്യത്തെ ചോറൂണ് ഗുരുവായൂരിലായിരുന്നു. അത് അവൻ്റെ അച്ഛൻ്റെ മടിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വഴിപാടുണ്ടായിരുന്നു ഇവിടെ പുത്തനാക്കാവിൽ വെച്ചിട്ട് ചോറ് കൊടുക്കണമെന്ന്. അപ്പം അത് കുറേ വൈകി. അപ്പം അവനൊരു വയസ്സ് കഴിഞ്ഞു. കാരണം അപ്പം അതുകൊണ്ട് ഇപ്പോൾ പ്രാവശ്യം നടത്തി. അതുവരെയൊക്കെ അവന് വയ്യായി എന്നൊക്കെ ഇട്ട്. അപ്പം അതൊക്കെ മാറിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നീണ്ടുപോയി ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ആളിപ്പോൾ ഉഷാറാണ്. പിന്നെ അമ്പലപ്പണി ആവുകൊണ്ട് നിറച്ചും എന്താ പറയുക, ഭഗവതിനെ ബാക്കിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ ആ പേരൊക്കെ ചൊല്ലാൻ പറഞ്ഞു തിരുമേനി. അപ്പം അങ്ങനെ ഓരോ പേര് 2 ചെവിട്ടിലും ചൊല്ലാൻ പറഞ്ഞു. ഒരു ചെവി അടച്ചിട്ട് മറ്റേ ചെവിയിൽ എന്താ പറയുക പറയാൻ പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ പേരാണ് അദ്ദിഖ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ പിന്നെ തിരുമേനി പറഞ്ഞു ആദ്യം ചോറും പ്രാർത്ഥിച്ചിട്ട്, ഭഗവതിയോട് പ്രാർത്ഥിച്ചിട്ട് ചോറും നേദ്യം, ആദ്യം ഉപ്പെടുത്തിട്ട് ചോറും നേദ്യമൊക്കെ പാടിട്ടിട്ട് രണ്ടും കൂടി നനച്ചിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ. ആൾക്ക് ആകെ ദേഷ്യത്തിലാണ്. കാരണം എന്താ പറയുക, നേരിട്ട് വെരി മേത്തിക്കാണ്. കാരണം അമ്പലപ്പണി ആയതുകൊണ്ട് അവിടത്തൊക്കെ പൊളിച്ചിട്ടിട്ടൊക്കെ. അപ്പം അങ്ങനെ വെയിൽ മോത്തിക്കാവുകയാണ്. ആൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പ്രസാദം കൊടുക്കണതും. നല്ല കഴിക്കും. കാരണം നല്ല കുക്കിയിറക്കായിരുന്നു അവിടെ കിടന്നിട്ട് വിശന്നിട്ടെന്നല്ല. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയാണ്. 2-3 വായേ കഴിക്കുള്ളൂ. അപ്പോൾ പോകുമ്പോൾ കൊടുത്തായിരുന്നു. അപ്പോൾ കഴിക്കാൻ ചെയ്തില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയിട്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അമ്മ കൊടുക്കുന്നതാണ്. അമ്മ അതേ ഉപ്പും നെതിച്ചോറും പായസം കൂടെ രണ്ടും കൂടി ആയിട്ട് കുറേശ്ശെ വാരി വെച്ചെടുക്കണം. അവനാണെച്ചങ്ങ് ദേഷ്യം വരികയാണ് വെയിൽ കൊണ്ടിട്ടും. അപ്പം അവനെ ഓരോ സൗണ്ടൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതാണ് അവൻ്റെ അമ്മ കൊടുക്കുകയാണ്, അച്ചു കൊടുക്കുകയാണ്. വെയിൽ നല്ല മോത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല അമ്പലപ്പണിയായ കാരണം കൊണ്ട് അവിടത്തൊക്കെ പൊളിച്ചിട്ടിട്ടേ മൊത്തം വെയിൽ മോത്തിക്കാൻ വരുന്നു. അങ്ങനെ എല്ലാവരും കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മമ്മ, അതായത് അവൻ്റെ മുത്തശ്ശി കൊടുക്കുന്നതാട്ടോ. ഞങ്ങളൊക്കെ ഓൾറെഡി ഗുരുവായൂരിൽ ആദ്യത്തെ ചോറൂണ് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് അപ്പളും കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ വഴിപാടാണ്, അതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ കുറേശ്ശെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാനും കുഞ്ഞുമാണ് കൊടുക്കുന്നത്. കുഞ്ഞിന് നേരെ എടുക്കാനും അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സാധാ ചോറ് കൊടുക്കാൻ ചോദിച്ചിട്ട് കുഞ്ഞ് അങ്ങനെ ഇങ്ങനെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കൊടുത്തു. അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമാണ് അവന് ചോറ്. കുറേ വഴിപാടുണ്ടായിരുന്നു. ഇതിപ്പോൾ പുത്തനാക്കാത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇവൻ്റെ പേരിൽ അയ്യപ്പൻകാവിലുണ്ട് വഴിപാട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മുത്തശ്ശൻ കൊടുക്കുന്നതാണ്. നല്ല വെയിലാണ് മുഖത്തേക്ക്. അവന് നല്ല ഇഷ്ടമാട്ടോ. എൻ്റെ കയ്യിനെ കണ്ടില്ലേ?
അങ്ങനെ എല്ലാവരും കൊടുക്കൽ കഴിഞ്ഞു. പിന്നെ അച്ഛനൊന്നുകൂടി കൊടുത്തു. അപ്പോൾ അടുത്ത തിരുമേനി പറഞ്ഞു അത് മടക്കി വെച്ചിട്ട് വീട്ടിൽ പോയി കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അടുത്ത് ഇവിടെ വെച്ചിട്ടേലും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെയും കൊടുക്കുകയാണ്, കഴിക്കാനൊരു മടിയില്ല. അപ്പം ഞങ്ങളും എന്താ പറയുക ഭഗവതിനെ തൊഴുതിട്ടുണ്ടായിരുന്നില്ല, അവൻ്റെ കൂടെ തൊഴുതിരുന്നു. അപ്പം നേരെ നിന്ന് തൊഴുകണതാണ്. അങ്ങനെ തൊഴുതപ്പോൾ തിരുമേനി വിളിച്ചു. അവൻ്റെ പേരിൽ അച്ഛൻ തുലാഭാരം വഴിപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുലാഭാരം ചെയ്യുന്നതാണ്. തുലാഭാരത്തിന് കിടക്കുമ്പോൾ അവൻ്റെ മുണ്ടാകാതെ കഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ അതൊന്നും നേരെ കെട്ടാൻ പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ വെച്ചു കെട്ടണതാണ് കേട്ടോ. അങ്ങനെ കെട്ടിയിട്ട് തിരുമേനി പറഞ്ഞത് മാതിരി ആ തട്ടിൽ അങ്ങനെ കിടക്കുന്നതാണ്. ശർക്കര കൊണ്ടാണ് നമ്മൾ തുലാഭാരം ചെയ്യുന്നത്. പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തട്ടിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ച് തട്ടിൽ വെച്ചു. അങ്ങനെ ഒരു തട്ടിൽ ശർക്കര വെച്ചു. അപ്പോൾ അങ്ങനെ പൊങ്ങി വരുന്നതാണ്. അങ്ങനെ തുലാഭാരം ചെയ്ത് നന്നായിരുന്നു പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ, വേറെ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ബായ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.